മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ സെൻറ്റർ ക്ലിപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ ഒരു വെറൈറ്റി മോഡലാണ് ചെയ്യാൻ പോണത്. ആക്ച്വലി ഞാനിത് എവിടെയോ ഒരു വെബ്സൈറ്റിലാണോ അതോ ഇൻസ്റ്റാഗ്രാമിലാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ട് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്, ജസ്റ്റ് ട്രൈ മാത്രം ചെയ്യുകയാണ്. കുറേ പെർഫെക്ഷൻ വരാനുണ്ട്, കുറേ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മിസ്റ്റേക്കൊക്കെ പറ്റാത്ത രീതിയിൽ നിങ്ങളുടേതായ ഐഡിയയിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും കൊണ്ടുവന്നിട്ടൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗിൽറ്റർ ഷീറ്റ് എടുത്തിട്ട്, ഗിൽറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വയലറ്റ് ആൻഡ് വൈറ്റ് തീമിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കളർ കോമ്പിനേഷൻ വയലറ്റ് ആൻഡ് വൈറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആക്ച്വലി ഒരു ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഫ്ലവറിൽ വന്നിട്ട് നമ്മൾ മേലേക്ക് വെച്ചിട്ട്, അതായത് അടിവശത്ത് താഴത്തെ 2 ഫ്ലവർ കുറച്ച് വലുതും മേലത്തെ ഫ്ലവർ ചെറുതും അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മേലത്തെ ഫ്ലവർ നമ്മൾ ഒന്ന് മാത്രം നമ്മൾ ചെറുതാക്കുന്നുള്ളൂ, ബാക്കി താഴെയുള്ള 2 വലുതാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒരു വലിയ ഫ്ലവർ വെച്ചിട്ട് മേലെ 2 ലെയർ വരുന്നത് കുഞ്ഞു ഫ്ലവർ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ ഐഡിയ തോന്നുന്നത് അതുപോലെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ഫ്ലവർ ഷേപ്പിലാക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഫ്ലവറും നമ്മൾ അയൺ ബോക്സിൽ വെച്ചിട്ട് നല്ല ഫ്ലവർ ഷേപ്പാക്കിയിട്ട് എടുക്കുക. അയൺ ബോക്സ് അതായത് ഈ ഫോം ഫ്ലവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അയൺ ബോക്സ് ഡയറക്റ്റ് തുണിയിൽ കൊണ്ട് യൂസ് ചെയ്യരുത്. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. വേറെ ഏതെങ്കിലും ഒരു വേസ്റ്റ് ക്ലോത്തും കൊണ്ട് അയൺ ബോക്സ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അയൺ ബോക്സ് പിന്നെ തുണികളിലൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഫോം ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തുണിയിൽ ഒട്ടിക്കുകയല്ല, തുണിയിൽ അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് ഫോം ഷീറ്റിലെ ഫ്ലവർ രൂപത്തിൽ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വലുതും ചെറുതും എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഫ്ലവർ നമ്മൾ അയൺ ബോക്സിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് ആക്കി കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ വന്നിട്ട് വയലറ്റും അതുപോലെ തന്നെ മേലെ വൈറ്റ് താഴെയും വൈറ്റ്, ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ഫോം ഷീറ്റോ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ അതെടുക്കുക. ഫെൽറ്റ് ഷീറ്റാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബിക്കോസ് ക്ലിപ്പിൽ ഒട്ടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ തലയിൽ വയ്ക്കുന്ന സമയത്ത് അടി കവർ ചെയ്യണത് നമ്മളിത് അടിവശത്ത് കണ്ടില്ല, ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ബ്ലാക്കൊക്കെ ആണെങ്കിൽ മുടിയുടെ അതിൽ തന്നെ ചേർന്നിരിക്കുന്നതുകൊണ്ട് മുടിയുടെ കളർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അടിയിലൊന്നും വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഇൻവിസിബിൾ ആയിട്ട് ഇരിക്കും, വിസിബിൾ ആവില്ല. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ എൻ്റെ വൈറ്റും പിന്നെ അതുപോലെ തന്നെ അടിയിൽ ഞാൻ വെച്ചിരിക്കുന്ന വൈറ്റ് ഫ്ലവർ ആയതുകൊണ്ടുമാണ് ഞാൻ വൈറ്റ് ഷീറ്റ് എടുക്കാൻ വേണ്ടി കാരണം. ഇനി നമ്മുടെ ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്. ഈ ബോൾ ചെയിൻ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ വേണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അതായത് മാല രൂപത്തിൽ ഞാൻ ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. 3 ലെയർ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ആക്ച്വലി ഞാൻ 3 ലെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എന്തോ ഒരു ഓർമ്മയിൽ ഞാനത് 2 ലെയർ ആക്കിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 3 ലെയറായിട്ട് ചെയ്യാൻ നോക്കുക. ഫസ്റ്റത്തെ ലെയർ വന്നിട്ട് വലുത്, പിന്നെ സെക്കൻഡ് ലെയർ വന്നിട്ട് ചെറുത്, അങ്ങനെ മാല രീതിയിൽ കിടക്കുന്ന രീതിയിൽ എടുക്കുക. നമ്മൾ 2 സൈഡും വെക്കുന്നുണ്ട്. ആക്ച്വലി ഞാനിത് തലയിൽ വെച്ച് തരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ലാസ്റ്റ് ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ. ബിക്കോസ് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ എന്തായി എന്നുള്ളത് ഞാൻ കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മേലെ തന്നെ കൊടുക്കാം എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. മൊത്തം നമുക്ക് 4 ലെയറാണ് വേണ്ടത് കണ്ടോ. ഈ ഒരു മോഡലാണ് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ 3 ലെയർ ഉണ്ട്. നിങ്ങൾക്ക് 3 ലെയർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ സ്റ്റോണൊക്കെ വെച്ചിട്ട്, അതായത് നമ്മുടെ OHB ഷീറ്റ് ഉണ്ടല്ലോ അതിൽ സ്റ്റോണൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ റിസൾട്ട് കിട്ടും. ഈ മറ്റേ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ഇത് ഭയങ്കര സിമ്പിളായിട്ട് സ്റ്റോണിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കും ചെയ്യാം, വിചാരിച്ചാൽ നമുക്ക് ചെയ്യാം. ബട്ട് നമ്മുടെ ഒരു ഇത് വന്നിട്ട് നമ്മൾ ഫോം ഷീറ്റിലാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലാണ് ചെയ്യുന്നത്. ഇനി ഞാനിത്, അതായത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, പക്ഷേ ഞാനിങ്ങനെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബീഡ്സിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗമ്മൊക്കെ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ പിടിച്ച് വലിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മുടെ കൈ തട്ടുന്ന സമയത്തും പേർന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നല്ല സ്ട്രോങ് ആയിട്ട് അത് അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ, അതായത് ഇതിൻ്റെ എൻഡിൽ ഫസ്റ്റ് വന്നിട്ട് കുഞ്ഞത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് വലുത്, അങ്ങനെ അതായത് മേലെ വലുതും താഴെ ചെറുതും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോൾ ചെയിനിന് പകരം ഇതിപ്പോൾ ബോൾ ചെയിൻ എന്നാണ് ഇതിന് പറയുക. ഇതല്ലാതെ പേൾ ചെയിൻ വേറെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. പേൾ ചെയിൻ എന്ന് പറഞ്ഞിട്ട് വേറെ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ചെറുത്, പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് നമ്മൾ വലുത്, അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾ രണ്ട് വശവും ചെയ്തെടുക്കണം. രണ്ട് വശവും ഒരേപോലെ ഫസ്റ്റ് ചെറുത് പിന്നെ വലുത്, അതായത് എൻഡിൽ വന്നിട്ട് ചെറുത് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് വലുത്, അങ്ങനെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ 4 സ്റ്റിച്ച് ചെയ്ത് തുന്നി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ കമ്മലിലിടുന്ന നമ്മുടെ ഹുക്ക് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവരതിൽ വേറെ എന്താണ് യൂസ് ചെയ്തിരിക്കണമെന്ന് എനിക്കറിയില്ല. മേ ബി അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമായിരിക്കും കേട്ടോ. ഐ മീൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇങ്ങനെ കൊളുത്ത് പോലുള്ളത് കിട്ടുമെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ്. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ കമ്മലിൻ്റെ ആ ഹുക്ക് ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ 2 ഇതാക്കി കൊടുക്കണം. നമ്മുടെ ഫസ്റ്റ് കുഞ്ഞത് ആഡ് ചെയ്യുക, സെക്കൻഡ് വന്നിട്ട് വലുത് ആഡ് ചെയ്യുക. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ലൂപ്പ് പ്ലെയറും കൊണ്ട് നമ്മളിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ മാല പോലെ ഫസ്റ്റ് വന്നിട്ട് കുഞ്ഞത് പിന്നെ താഴെ വന്നിട്ട് വലുത്, അങ്ങനെ ലെയർ പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 2 സൈഡും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മലിൻ്റെ ഹുക്ക് വെച്ചിട്ട് നമ്മൾ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലേക്കാണ് നമ്മുടെ ഫോം ഫ്ലവർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റോണൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സ്റ്റോൺ വർക്ക് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യുന്ന സമയത്താണല്ലോ നമുക്ക് വീണ്ടും വേറെ ഐഡിയാസൊക്കെ തോന്നുന്നത്, എന്തൊക്കെ മാറ്റം കൊണ്ടുവരുമെന്നൊക്കെ തോന്നാം. അപ്പോൾ ഇതിൽ ഞാൻ പോളൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പോളൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗമ്മ് വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഗമ്മ് വെച്ച് ഒട്ടിക്കുക. പക്ഷേ ഗമ്മ് വെച്ച് ഒട്ടിച്ചിനി ഓരോന്നായി പേർന്ന് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പരമാവധി മാക്സിമം നമ്മൾ സെക്യൂർ ആയിട്ടാണ് നമ്മുടെ എല്ലാ മോഡൽസും ചെയ്യുന്നത്. പിന്നെ അതിലും മീതെ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ കേട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചില കുട്ടികളുടെ കയ്യിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുത്ത അവസ്ഥയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം നമ്മൾ സെക്യൂർ ആയിട്ടാണ് എല്ലാ പ്രോഡക്റ്റും കുട്ടികളെ പിടിച്ച് വലിച്ചാലും വരാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കും. പിന്നെ ചില കുട്ടികൾ പിടിച്ച് വലിച്ചാലോ തൊട്ടാലൊക്കെ പേർന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. അപ്പോൾ അതൊന്നും ആലോചിച്ച് ആരും വിഷമിക്കരുത്. കസ്റ്റമേഴ്സ് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കാം, നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റം കൊണ്ടുവരാം, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പരമാവധി നമ്മളതിൽ ഭയങ്കര സേഫായിട്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പേർന്ന് വരാത്ത രീതിയിൽ ചെയ്തിട്ടും അവർ പേർത്തുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് കുട്ടികളുടെ കയ്യിലിരിപ്പാണ്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫോം ഷീറ്റിൻ്റെ ഫ്ലവർ നമ്മളിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടിവശം, അതായത് നമ്മൾ നൂല് തുന്നിയെടുത്ത് ആ നൂല് അടിവശത്തെ കാണാൻ പറ്റുള്ളൂ, അത് മേലെ കാണാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു അത് സെൻറ്റർ ക്ലിപ്പ്, കുഞ്ഞ് സെൻറ്റർ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, ഇത് അതിലൊട്ടിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിലാണ് ചെയ്യണത്. ആക്ച്വലി ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ട് ഡെമോ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്തും കൂടെ നമുക്ക് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ 8000 ഇല്ലെങ്കിൽ ഫെവി ബോണ്ടോ യൂസ് ചെയ്യാം. ഫെവി ബോണ്ട് വന്നിട്ട് ഒരു യെല്ലോയിഷ് ഷെയ്ഡ് ഉണ്ടാവും, ബട്ട് എന്നാലും നന്നായി ഒട്ടുന്ന ഒരു പശയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം. അതുപോലെ തന്നെ നല്ല ഒട്ടിക്കുകയാണെങ്കിൽ നീറ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അധികമായിട്ട് ഗം അപ്ലൈ ചെയ്യാതെ കുറച്ച് മാത്രം ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിവശം ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്.
മേൽവശവും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, ഓട്ടാൻ വേണ്ടി വിടുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഈ ഒരു മോഡൽ, അതായത് സെൻട്രൽ ഫ്ലവറും 2 സൈഡ് ഇങ്ങനെ ചെയിൻ പോലെ തൂങ്ങിക്കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ അത് ലൈക്ക് ചെയ്തും കൂടെ കാണണം. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നും. പിന്നെ ഇനി മുതൽ നമ്മൾ 1.5 വീഡിയോ ഇടും. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചൊവ്വാഴ്ച ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.